Patriarchy is still deeply ingrained in the industry. ബോളിവുഡ് നടിയും നിർമ്മാതാവുമായ കൃതി സനോണിന്റെ വാക്കുകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയാകുന്നത്. നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ജെൻഡർ ബയാസും പേട്രിയാർക്കിയും ആഴത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നാണ് കൃതി വ്യക്തമാക്കുന്നത്. സിനിമയുടെ ബജറ്റിൽ ഭൂരിഭാഗവും നായകന്മാരുടെ പ്രതിഫലത്തിനായി മാറ്റിവെക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വിട്ടുവീഴ്ച ആവശ്യമായി വന്നാൽ അത് ആദ്യം ബാധിക്കുന്നത് നായികമാരെയാണ്. സിനിമയുടെ വിജയത്തിൽ പങ്കുണ്ടായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്നും സ്ത്രീകൾ മാത്രം നെഗോഷിയേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് കൃതി. ഇതിനോടൊപ്പം തന്നെ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കൃതി നേരിട്ട ചില അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. തനിക്കൊപ്പം അഭിനയിച്ചിരുന്ന ഒരു മെയിൽ കോസ്റ്റാറിന് തന്നെക്കാളും മികച്ച കാർ നൽകുകയുണ്ടായി. എന്നാൽ ആ കാറിന്റെ കാര്യത്തിലല്ല തനിക്ക് പ്രശ്നം തോന്നിയതെന്നും തുല്യ ബഹുമതി ലഭിക്കാത്തതിന്റെ ഫീലിംഗ് ആയിരുന്നു അതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാമെങ്കിലും ഇത്തരം സംഭവങ്ങളാണ് ഇൻഡസ്ട്രിയിലെ ഹിഡൻ സെക്സിസത്തിന്റെ യഥാർത്ഥ മുഖമെന്ന് കൃതി പറയുന്നു. ഇപ്പോഴും സിനിമാ സെറ്റുകളിലെ സ്ത്രീകൾക്ക് പലപ്പോഴും സെക്കൻഡ് പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്. നായകന്മാർ കാത്തിരിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ നായികമാരെ വളരെ നേരത്തെ തന്നെ ഹെയർ ആൻഡ് മേക്കപ്പിനായി വിളിക്കാറുണ്ട്. സിനിമയിൽ ഒരുപോലെ ജോലി ചെയ്യുന്നവരായിട്ടും സ്കെഡ്യൂൾസ് മുതൽ ഫെസിലിറ്റീസ് വരെ പല കാര്യങ്ങളിലും സ്ത്രീ പുരുഷ വ്യത്യാസം പ്രകടമാണ്. കരിയറിന്റെ തുടക്കത്തിൽ എല്ലാത്തിനോടും പ്രതികരിക്കാൻ തനിക്കായിരുന്നില്ലെന്നും അതിന് പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ശബ്ദമുയർത്താൻ അന്ന് എളുപ്പമല്ലായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നിരവധി സംവിധായകരും നിർമ്മാതാക്കളും പ്രോഗ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നുണ്ട്. എന്നിരുന്നാലും സബ് കോൺഷ്യസ് ബയാസ് ഇന്നും ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് താരത്തിന്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളും വിമർശനങ്ങളും ബോളിവുഡിൽ മാത്രമല്ല ഇങ്ങ് മോളിവുഡിലും ശക്തമാണ്. ഇങ്ങനെ തുറന്നു പറയുന്നവരെ പിന്നീട് പോയിന്റ് ഔട്ട് ചെയ്ത് മാറ്റി നിർത്തപ്പെടുന്നതും ഒറ്റപ്പെടുത്തുന്നതുമായ ചർച്ചകൾ ഇപ്പോഴും ശക്തമാണ്. കാലങ്ങളായി ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന വിവേചനത്തിന്റെ ഭാഗമായി മുൻപ് ദീപിക പദുക്കോൺ തുല്യ പ്രതിഫലത്തിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്നു. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിട്ടും നടിമാരുടെ മാർക്കറ്റ് വാല്യൂ കുറച്ചു കാണുന്നതിനെ തപ്സി പന്നുവും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിദ്യാബാലനെ പോലുള്ള മുതിർന്ന താരങ്ങളും ഇൻഡസ്ട്രിയിലെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പലപ്പോഴായി പ്രതികരിച്ചിട്ടുണ്ട്. മെയിൽ സ്റ്റാർസിന്റെ താരമൂല്യം സംരക്ഷിക്കപ്പെടുമ്പോൾ സ്ത്രീകൾ മാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നത് നീതീകരിക്കാനാവില്ല എന്നാണ് ഇവരെല്ലാം പൊതുവെ ഉയർത്തുന്ന വാദം. സിനിമയുടെ വിജയം നായകന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഒരുപോലെ അധ്വാനിക്കുന്ന നായികമാർ അർഹമായ സാമ്പത്തിക മൂല്യം ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമാണെന്നും ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും കൃതിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഫൈനലി സമോൺ സെഡ് ഇറ്റ് ഓപ്പൺലി എന്നാണ് പലരും പ്രതികരിക്കുന്നത്. സിനിമയുടെ വിജയത്തിൽ നായികമാർക്കും ഒരുപോലെ പങ്കുണ്ടായിട്ടും പ്രതിഫലത്തിലും പരിഗണനയിലും ഇന്നും ഇക്വാലിറ്റി ഇല്ലെന്ന വിമർശനവും ശക്തമാവുകയാണ്. അടുത്തിടെ GQ നൽകിയ അഭിമുഖത്തിലാണ് ബോളിവുഡിലെ ഈ യാഥാർത്ഥ്യങ്ങളെയും സിനിമാ മേഖലയിലെ നിലനിൽക്കുന്ന ജെൻഡർ ബയാസിനെ കുറിച്ചും താരം ശക്തമായി സംസാരിച്ചത്. അഭിനയത്തിനപ്പുറം നിർമ്മാണ രംഗത്തും സ്വന്തം സ്കിൻ കെയർ ബ്രാൻഡുമായി തിരക്കിലാണ് ഇപ്പോൾ കൃതി സനോൺ. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും മീനിങ്ഫുൾ സ്റ്റോറീസിനെയും പിന്തുണയ്ക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും താരം പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ കാലങ്ങളായി സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സിനിമകൾ മാറുന്നുണ്ട്, പരീക്ഷണങ്ങൾ ചർച്ചയാകുന്നുണ്ട്, ഇന്ത്യൻ സിനിമ ലോകത്തിന്റെ കണ്ണുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇന്നും ക്യാമറയ്ക്ക് മുന്നിൽ ഒരുപോലെ പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന വില നൽകുന്നുണ്ടോ എന്ന ചോദ്യം അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇനി കൃതിയുടേതായി വരാനിരിക്കുന്നത് ചിത്രം കോക്ടെയിൽ 2 ആണ്. ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം 2026 ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്.